നമസ്കാരം ഗൈസ്, ഈയിടെയായിട്ട് വീഡിയോസ് കുറവാണ് എനിക്കറിയാം. പക്ഷേ മാക്സിമം നമ്മൾ വീഡിയോസ് ഇടാൻ ശ്രമിക്കുന്നുണ്ട്. പരീക്ഷയ്ക്കാണ്, അതിൻ്റെ ഇടയിലുള്ള തിരക്കായതുകൊണ്ടാണ്. അപ്പം എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക, ഞാൻ വീഡിയോസ് ഇടുന്നതായിരിക്കും. നോ മാറ്റർ എന്ത് സംഭവിച്ചാലും വീഡിയോ ഇടുന്നതായിരിക്കും. സോ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. OnePlus 13R കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത്. ഞാൻ തമ്പനെയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു, ആരെയും വിശ്വസിക്കരുത് എന്നുള്ള രീതിയിൽ. അത് ജസ്റ്റ് വേറൊന്നുമല്ല, പല പ്രമുഖ യൂട്യൂബേഴ്സും പറയുന്നത് ഇതൊരു വാല്യൂ ഫോർ മണി ആണെന്നാണ്. ഇത് തീർച്ചയായിട്ടും നല്ലൊരു ഫോൺ തന്നെയാണ്, അല്ലാന്ന് ഞാൻ പറയുന്നില്ല, നല്ലൊരു ഫോൺ തന്നെയാണ്. പക്ഷേ അത് വാല്യൂ ഫോർ മണി ആണോ എന്നുള്ളതാണ് എനിക്കുള്ള ഒരു ചെറിയ ഡൗട്ട്. കാരണം അത് ഞാൻ ബാക്കിയുള്ളവരെ താഴ്ത്തി പറയുന്നതല്ല, ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയനാണ് പറയുന്നത്. കാരണം ഇതൊരു വാല്യൂ ഫോർ മണി ആയിട്ട് എനിക്ക് അത്ര അങ്ങോട്ട് തോന്നിയില്ല. എൻ്റെ കാരണം ഞാൻ ലാസ്റ്റിലേക്ക് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. സോ വീഡിയോ അവസാനം വരുന്നത് കാണുക. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ടെക് മലയാളം എന്ന യൂട്യൂബ് ചാനൽ, ഞാൻ അമർനാഥ് കൂടെ. നിങ്ങൾ വേണ്ട, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അത് ഫസ്റ്റ് ബോക്സ് ആൻഡ് പ്രൈസിങ് നോക്കുന്ന സമയത്ത് 12GB 256GB 43,000 രൂപയും 16GB 512GB 50,000 രൂപയുമാണ്. ICICI ബാങ്കിന് 3,000 രൂപയുടെ ഓഫൊക്കെ വരുന്നുണ്ട്. സോ 43 എന്നുള്ളത് നിങ്ങൾക്ക് എഫക്റ്റീവ് പ്രൈസ് 40 കിട്ടും. പിന്നെ ബോക്സിൻ്റെ അകത്ത് നിങ്ങൾക്ക് 80 വാട്ട്സിൻ്റെ ചാർജർ വരുന്നുണ്ട്. കഴിഞ്ഞ കൊല്ലം നിങ്ങൾക്ക് 12R 100 വാട്ട്സ് ആയിരുന്നു, ചെറിയൊരു ഡൗൺ ഗ്രേഡ്. പിന്നെ A to C കേബിൾ, സിം ടൂള്, ഒരു ബ്ലാക്ക് കളറായിട്ടുള്ള ഒപ്പേക്ക് കേസ് വരുന്നുണ്ട്, ഡോക്യുമെൻറ്റേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ ബോക്സൊക്കെ സംഭവം എല്ലാം കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. ഇനി നമ്മൾ ഡിസൈൻ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുകയാണെങ്കിൽ OnePlus 13ൻ്റെ സെയിം ഡിസൈനാണ്. ആ ഒരു ഹാസൽ ബ്ലാഡിൻ്റെ ബ്രാൻഡിങ്ങും ഇല്ല, പിന്നെ ആ ഒരു ചെറിയൊരു സ്ട്രൈപ്പ് ഉണ്ടായിരുന്നു, അതും ഇല്ല. ബാക്കിയൊക്കെ എക്സാക്ട്ലി സെയിം ആണ്. ഒരു നോർമൽ ഫോൺ ഡിസൈൻ എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഈ അത്ര ഗംഭീര ഡിസൈൻ എന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല പേഴ്സണലി. ഗ്ലാസ് ബാക്ക് ആണെന്നാണ് OnePlus പറയുന്നത്. സോ അത് ഗ്ലാസ് ബാക്ക് ആയിരിക്കും. ആൻഡ് ഫ്ലാറ്റ് സൈഡ്സ് ആണ് വരുന്നത്. ബാക്കിലുള്ള ഗ്ലാസിൻ്റെ മെറ്റീരിയലോ സൈഡ്സിൻ്റെ മെറ്റീരിയലോ പറഞ്ഞിട്ടില്ല. പക്ഷേ 40,000 രൂപയ്ക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നു അതൊരു അലൂമിനിയം ഫ്രെയിം ആയിരിക്കുമെന്ന്. ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് 7i പ്രൊട്ടക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ കൊല്ലം വിക്ടസ് പ്ലസോ അങ്ങനെ എന്തോ, വിക്ടസ് 2 എന്തോ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇക്കൊല്ലം അതും ഡൗൺ ഗ്രേഡാണ്, 7i ആണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് 2 കളർ വേരിയൻസിലാണ് വരുന്നത്, നെബുല നോയറും ആസ്ട്രൽ ട്രെയിലും. അതായത് ഒരു ബ്ലാക്കും ഒരു വൈറ്റും, ആ രീതിയിൽ നോക്കിയാൽ മതി. പിന്നെ USB വേർഷൻ 2.0 ആണ് നിങ്ങൾക്ക് Type C പോർട്ട് വരുന്നത്. അലേർട്ട് സ്ലൈഡർ കൊടുത്തിട്ടുണ്ട്, നല്ല കാര്യം. പിന്നെ IR ബ്ലാസ്റ്ററും വരുന്നുണ്ട്. പിന്നെ ഡ്യുവൽ സ്ക്രീൻ സ്ലോട്ട് ഓൺലി ആണ്, മെമ്മറി കാർഡ് ഓപ്ഷൻ വരുന്നില്ല. 3.5mm ഓഡിയോ ജാക്കൊന്നും കൂടെ കിട്ടാൻ പോകുന്നില്ല. പിന്നെ 206 ഗ്രാം ആണ് വെയിറ്റ് വരുന്നത്, 8mm തിക്നെസ് ആണ്. സോ ഇൻഹാൻഡ് ഫീലൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇൻഹാൻഡ് ഫീലൊക്കെ ആയിരിക്കും. OnePlusൻ്റെ അത്യാവശ്യം നല്ല രീതിയിൽ കൊടുക്കുന്നതാണ്. IP65ൻ്റെ റേറ്റഡ് ആണ്, IP68 കൊടുത്തിട്ടില്ല. മോശമായിപ്പോയി, കാരണം 40,000 രൂപയ്ക്ക് IP68 ഇല്ല എന്ന് പറയുന്നത് ഭയങ്കര മോശമാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ 30,000-നും 25,000-നും വരെ കൊടുത്തു തുടങ്ങുന്നുണ്ട് IP68 ഒക്കെ. പിന്നെ IP65 റേറ്റഡ് ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡിസ്പ്ലേയിൽ വെറ്റ് ടച്ചിൻ്റെ അല്ലെങ്കിൽ അക്വാ ടച്ചിൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. ഈ ഡിസ്പ്ലേ ആൻഡ് ഓഡിയോ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുന്ന സമയത്ത് 6.78 ഇഞ്ചിൻ്റെ 1.5K പ്ലസ് ആമോലെഡ് സ്ക്രീനാണ്. LTPO 4.1, അതായത് 1Hz to 120Hz വേരിയബിൾ റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫ്ലാറ്റ് പാനലാണ് ഡിസ്പ്ലേ, നന്നായി. എനിക്ക് ഫ്ലാറ്റ് പാനലാണ് ഇഷ്ടം പേഴ്സണലി. 4500 നെറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ്, 1600 നെറ്റ്സിൻ്റെ ഹൈ ബ്രൈറ്റ്നസ് മോഡ്. സോ വലിയ കുഴപ്പമില്ലാത്ത ബ്രൈറ്റ്നസ്സും കാര്യങ്ങളും ഉണ്ട്. ഗൊറില്ല ഗ്ലാസ് 7i പ്രൊട്ടക്ഷൻ ഞാൻ പറഞ്ഞതുപോലെ 2260 ഹെർട്സിൻ്റെ PWMൻ്റെ ഡിമ്മിങ്ങിനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. HDR10+ വൈഡ് വൈൻ L1 ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡോൾബി വിഷൻ ഉണ്ടെന്നാണ് അവർ വെബ്സൈറ്റിൽ പറയുന്നത്, പക്ഷേ ഡോൾബി വിഷൻ ഇല്ലെന്നാണ് റിവ്യൂവേഴ്സ് പറയുന്നത്. നെറ്റ്ഫ്ലിക്സിലൊന്നും ഡോൾബി വിഷൻ്റെ സപ്പോർട്ട് കാണിക്കുന്നില്ല. മേ ബി അപ്ഡേറ്റിൽ അവർ തരുമായിരിക്കും. ആൻഡ് ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. മൊത്തത്തിൽ മൾട്ടിമീഡിയ കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. ആൻഡ് 40,000 രൂപയ്ക്ക് ജസ്റ്റിഫയബിൾ ആണ്, വേറെ പ്രശ്നമൊന്നും വരാൻ പോകുന്നില്ല. പിന്നെ ഗ്രീൻ ലൈനിൻ്റെ കാര്യം ചോദിക്കുകയാണെങ്കിൽ ഗ്രീൻ ലൈൻ വന്നാലും കുഴപ്പമൊന്നുമില്ല, ലൈഫ് ടൈം വാറൻറ്റി അവർ പറഞ്ഞ സ്ഥിതിക്ക്. സോ ഗ്രീൻ ലൈൻ വന്നാൽ നമുക്ക് നേരെ സർവീസ് സെൻറ്ററിൽ പോകാം, ഡിസ്പ്ലേ റീപ്ലേസ് ചെയ്യാൻ പോരാ. ലൈഫ് ടൈം ആണ്, 2 വർഷം 3 വർഷം ഒന്നുമില്ല, ലൈഫ് ടൈം. സോ ഇനി പെർഫോമൻസ് കാറ്റഗറി സ്പെസിഫിക്കേഷൻസ് നോക്കുമ്പോൾ സ്നാപ്ഡ്രാഗൺ 8 Gen 3 ആണ് ഇതിൽ വരുന്നത്. 4nm ഫാബ്രിക്കേഷൻ ടെക്നോളജി, 2 മില്യണിൻ്റെ പുറത്ത് AnTuTu സ്കോർ വരുന്നുണ്ട്. LPDDR5X UFS 4.0. ഇതിൻ്റെ ത്രോട്ട്ലിംഗ് കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് 60% ആണ് CPU ത്രോട്ട്ലിംഗ് ടെസ്റ്റ്, 55% ആണ് GPU ത്രോട്ട്ലിംഗ് ടെസ്റ്റിൽ വരുന്നത്, അല്ലെങ്കിൽ 3D മാർക്കിൻ്റെ സ്ട്രെസ് ടെസ്റ്റ്. പിന്നെ ജെൻഷിൻ ഇമ്പാക്റ്റ് 60 FPS പുട്ട് പോലെ കളിക്കാം, BGMI 120 FPS പുട്ട് പോലെ കളിക്കാം. എന്ന് പറയേണ്ട, ഗെയിമിങ്ങും നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റും. 8 Gen 3 ആണ്, കഴിഞ്ഞ കൊല്ലത്തെ ടോപ്പ് നോച്ച് ചിപ്സെറ്റാണ്. 8 തൊട്ട് താഴെ വരുന്ന സാധനമാണ്. ആൻഡ് 9000 ചില്ലാൻ മില്ലിമീറ്റർ സ്ക്വയറിൻ്റെ VC കൂളിംഗ് സിസ്റ്റം ഒക്കെ വരുന്നുണ്ട്. സോ ഹീറ്റ് ഡിസിസിപ്പേഷൻ അവർ നല്ല രീതിയിൽ ചെയ്യുമെന്നാണ്
വിചാരിച്ചത്. പക്ഷേ റിവ്യൂവേഴ്സ് പറയുന്നത് ക്ലോസ് ടു 42 ഡിഗ്രി സെൽഷ്യസ് വരുന്നുണ്ട്. പക്ഷേ എനിവേ അതൊരു ഓവർ ഹീറ്റിംഗ് ആയിട്ട് കണക്കാക്കണ്ട. 42ൻ്റെ മുകളിലേക്കൊക്കെ പോവുകയാണെങ്കിലാണ് ഓവർ ഹീറ്റിംഗ്. പിന്നെ 6000 mAh ബാറ്ററി, 80 വാട്ട്സിൻ്റെ ചാർജർ. ഇപ്രാവശ്യം ബാറ്ററി ടെക്നോളജിയിൽ എന്തോ ഒരു സിംഗിൾ സെല്ലാക്കി മാറ്റിയിട്ടുണ്ട്. സോ ചാർജിങ് സ്പീഡ് 80 വാട്ട്സിൻ്റെതായിട്ടുള്ളൊരു ചാർജിങ് സ്പീഡ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. ഏകദേശം 53 മിനിറ്റ് എടുക്കും 0 to 100. കഴിഞ്ഞ കൊല്ലം അവർ കൊടുത്ത 100 വാട്ട്സിൻ്റെ ചാർജറിൽ നിങ്ങൾക്ക് ഏകദേശം 27 മിനിറ്റ് കൊണ്ട് ചാർജ് ആവുമായിരുന്നു. ഇക്കൊല്ലം അത് ഇരട്ടിയാവുകയാണ് ചെയ്തത്, 53 മിനിറ്റ്. ചാർജിങ് സ്പീഡിൻ്റെ കാര്യത്തിലൊന്നും അത്രയ്ക്കും അങ്ങോട്ട് സാക്രിഫൈസ് ചെയ്യണമെന്ന് എനിക്ക് തോന്നിയില്ല. കഴിഞ്ഞ കൊല്ലം ഇതേ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെയായിരുന്നു അവർ ആ OnePlus 12R ഇറക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ആ ഒരു ഡൗൺഗ്രേഡ് എന്നാണ്. പിന്നെ വയർലെസ് ചാർജിങ് സപ്പോർട്ട് കൂടെ വരുന്നില്ല. അതില്ലെങ്കിൽ പോട്ടെ എന്ന് വിചാരിക്കാം. പിന്നെ ബാക്കി സോഫ്റ്റ്വെയർ നോക്കുന്ന സമയത്ത് ഓക്സിജൻ OS 15 ബേസ്ഡ് ഓൺ ആൻഡ്രോയിഡ് 15 ആണ്. 4 ഇയേഴ്സിൻ്റെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്, 6 ഇയേഴ്സിൻ്റെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ്, കുഴപ്പമില്ല. പിന്നെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സ്ക്രീൻഷോട്ട്സ് ഇവിടെ കൊടുത്തേക്കാം. പിന്നെ ആപ്പ് പിക്സ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് കൊടുത്തിട്ടുണ്ട്. അതായത് ഓപ്പോ ആണ് മെയിനായിട്ട് ഇപ്പോൾ ആദ്യം കൊടുക്കാറുണ്ടായിരുന്നു. ഇവരിപ്പം OnePlusഉം തുടങ്ങിയിട്ടുണ്ട് പരിപാടി. അതായത് ഒരു ആപ്പ് സ്റ്റോർ, അതിൻ്റെ ആവശ്യമില്ല സത്യം പറഞ്ഞാൽ. പ്ലേ സ്റ്റോർ അവിടെ ഇരിക്കുമ്പോൾ തന്നെ വേറെ ആപ്പ് സ്റ്റോർ ആഡ് കാണിക്കാനോ പേഴ്സണലൈസ്ഡ് എന്ന് പറഞ്ഞിട്ട് കുറേ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് കൊടുക്കരുത്, ഭയങ്കര മോശമാണ്. 40,000 രൂപയ്ക്കൊക്കെ കൊടുക്കുക പറഞ്ഞാൽ. പിന്നെ കണക്ടിവിറ്റി സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ Wi-Fi 7, ബ്ലൂടൂത്ത് വേർഷൻ 5.4, NFC, പിന്നെ 5G ഫോണാണ് തീർച്ചയായിട്ടും. എല്ലാ സാധനങ്ങളും വരുന്നുണ്ട്. മറ്റ് ഫീച്ചേഴ്സ് നോക്കുന്ന സമയത്ത് ബീക്കൺ ലിങ്കിൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. ഞാൻ OnePlus 13ൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബ്ലൂടൂത്ത് വഴി നിങ്ങൾക്കൊരു കോൾ ചെയ്യാൻ പറ്റും 200 മീറ്റർ റേഞ്ചിൽ. അത് ചിലപ്പോൾ ഉപകാരപ്പെടും. എന്തായാലും സംഭവം നല്ലൊരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഹാപ്റ്റിക് ഫീഡ്ബാക്ക്, ഹാപ്റ്റിക്സ് ഓപ്പോൻ്റെ. സോ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹാപ്റ്റിക് ഫീഡ്ബാക്ക് കിട്ടും. ഒപ്റ്റിക്കൽ ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് വരുന്നത്. OnePlus 13ൽ കൊടുത്ത അൾട്രാസോണിക് അല്ല, ഇവിടെ ഒപ്റ്റിക്കൽ നോർമൽ ഫിംഗർ പ്രിൻറ്റ് സ്കാനറിൻ്റെ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫേസ് അൺലോക്കിൻ്റെ ഫീച്ചറും വരുന്നുണ്ട്. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനലി ക്യാമറയെ കുറിച്ച് നോക്കുന്ന സമയത്ത് 50 മെഗാ ഒരു പ്രൈമറി ക്യാമറ LYT 700 ആണ് വരുന്നത്. പിന്നെ 50 മെഗാ ഒരു 2x ഒപ്റ്റിക്കൽ സൂമുള്ള ടെലിഫോട്ടോ ലെൻസ്, നല്ല കാര്യം. ഐസോസെൽ JN5 ആണ് സാംസങ്ങിൻ്റെ. അത് മാക്രോ ആയിട്ട് ഉപയോഗിക്കുക, അതായത് ടെലിമാക്രോ ലെൻസാണ്. സോ ആ മാക്രോ അത്യാവശ്യം നല്ലതായിരിക്കും. പിന്നെ 8 മെഗാ ഒരു അൾട്രാ വൈഡ് IMX355. അപ്പം മൊത്തത്തിൽ ഈ ഒരു ക്യാമറ സംഭവം അപ്ഗ്രേഡ് ആയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ കൊല്ലം 50+8+2 അങ്ങനെ എന്തോ ആയിരുന്നു സെറ്റപ്പ് ഉണ്ടായിരുന്നത്. ആ ഒരു മാക്രോ എടുത്ത് ഒഴിവാക്കിയിട്ട് അവർ ചൈനയിൽ ഇറക്കിയപ്പോഴും 2 MB മാക്രോ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ അത് മാറ്റിയിട്ടാണ് അവർ ആ 2x ടെലിഫോട്ടോ കൊടുത്തത്. അതെന്തായാലും നല്ല കാര്യമായി. ഇനി നമ്മൾ സെൽഫി ക്യാമറ 16 മെഗാ ഓൺലി. ആൻഡ് നിങ്ങൾക്ക് 4K 60 FPS വീഡിയോ റെസൊല്യൂഷൻ ബാക്കിലെ മെയിൻ സെൻസറിലും കിട്ടും, ടെലിഫോട്ടോയിലും കിട്ടും. അൾട്രാ വൈഡിൽ കിട്ടില്ല. അൾട്രാ വൈഡിലും ഫ്രണ്ട് ക്യാമറയിലും നിങ്ങൾക്ക് 1080p at 30 FPS മാത്രമാണ് പറ്റുന്നത്. അറ്റ്ലീസ്റ്റ് അൾട്രാ വൈഡ് പോട്ടെ, ക്ഷമിക്കുക. പക്ഷേ ഫ്രണ്ടിൽ 1080p at 30 FPS മോശമാണത്. മാത്രവുമല്ല പിന്നെ AI ഫീച്ചേഴ്സ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് ആ ഒരു റിഫ്ലക്ഷൻ പോക്കുന്ന സംഭവമൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ആ ഒരു ക്യാമറ ഈ പ്രൈസ് റേഞ്ചിൽ ഇതിനേക്കാളും പെർഫോം ചെയ്യുന്ന ക്യാമറ സെറ്റപ്പുകളുള്ള ഫോണുകളുണ്ട്. സോ അതായത് പ്രത്യേകിച്ച് വിവോ V40 Pro, V40ൻ്റെ ഒക്കെ റിവ്യൂ ഞാൻ തന്നെ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ സ്ക്രീനിൽ കൊടുത്തേക്കാം. ഗംഭീര, അതായത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ല ക്യാമറയൊക്കെ അതിൻ്റെ എനിക്ക് സാമ്പിൾ വെച്ച് നോക്കിയ സമയത്ത്. അപ്പം മൊത്തത്തിൽ ക്യാമറ പ്രൈസ് റേഞ്ചിൽ. പിന്നെ പെർഫോമൻസ് പറയുന്ന സമയത്ത് ഈ iQ12 40 ഇതിന് ശരിയാണ്. പക്ഷേ ഒരു ഇത്തിരി കൂടി ഇട്ടാൽ 50 റുപ്യാണ് iQ12 ഇതിനേക്കാളും ബെറ്റർ ക്യാമറയാണ്, ഇതിനേക്കാളും ബെറ്റർ പെർഫോമൻസ്, ഫാർ ബെറ്റർ പെർഫോമൻസ് ആയിരിക്കും. അപ്പം മൊത്തത്തിൽ ഇതൊരു ഇനി പോട്ടെ iQ12 നോക്കണ്ട. ഞാൻ പറഞ്ഞു V40 Pro 8 Gen 3 നിങ്ങൾക്ക് കിട്ടില്ല. പക്ഷേ ക്യാമറ എന്തുകൊണ്ടോ അത് മികച്ചതാണ്. അപ്പം ഇത് ശരിയാണ് വാല്യൂ ഫോർ മണി എന്ന് വേണമെങ്കിൽ പറയാമെന്നേ പറ്റുള്ളൂ. കാരണം ഇതിലൊരു 8 Gen 3 ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് വാല്യൂ ഫോർ മണി എന്ന് പറയാം. ആ ഒരു 8 Gen 3 ഉള്ളത് കൊണ്ട് വാല്യൂ ഫോർ മണി എന്ന് പറയാം എന്നല്ല. അതായത് ഒരു പ്രാക്ടിക്കൽ സൈഡ് നോക്കുമ്പോൾ ഗെയിമിംഗ് ഉഗ്രനായിരിക്കും. പക്ഷേ ക്യാമറ അത്രത്തോളം സാറ്റിസ്ഫൈഡ് അല്ല. പിന്നെ ഓക്സിജൻ OS ഇപ്പം ആൻഡ്രോയിഡിലുള്ള റിഫൈൻഡ് ആയിട്ടുള്ള ഒരു OS ആണ്. ഈവൻ ദോ അതൊരു കളർ OS പരിപാടി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും അത്യാവശ്യം നല്ല റിഫൈൻഡ് ആയിട്ടുള്ള OS തന്നെയാണ്. സോ അതിലൊന്നും പ്രശ്നം വരാൻ പോകുന്നില്ല. പക്ഷെ മൊത്തത്തിൽ ഒരു അത് ചിലപ്പോൾ അപ്ഡേറ്റുകൾ അവർ ഇമ്പ്രൂവ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് വിശ്വസിക്കുന്നു. പക്ഷെ മൊത്തത്തിൽ നിങ്ങൾക്ക് എടുക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതൊരു ഭയങ്കര വാല്യൂ ഫോർ മണിയാണെന്ന് ഞാൻ പറയില്ല. കാരണം ആ ഒരു 8 Gen 3ൻ്റെ ഫുൾ പവർ അവർക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടായിരിക്കും മേ ബി. സോ
എൻ്റെ ഒരു അഭിപ്രായമാണിത്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ അംഗീകരിക്കാം. ചിലപ്പോൾ ഈ അഭിപ്രായം ഞാൻ വേണമെങ്കിൽ ഇവർ അപ്ഡേറ്റുകളിലൂടെ അവർ ക്യാമറ സാമ്പിളൊക്കെ മാറ്റിയാൽ വേണമെങ്കിൽ കുറച്ചുകൂടി നന്നാവും ഇവർ. അപ്പം മൊത്തത്തിൽ അങ്ങനെയാണ്. സോ വീഡിയോ അവസാനം വരെ കണ്ടതിന് നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്. കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സൈഡിലെ ബെല്ലൈക്കൺ കൊടുത്ത വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ പോയി ഫോളോ ചെയ്യാൻ മറക്കണ്ട എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം. എല്ലാവർക്കും സ്റ്റേ സേഫ്. ബൈ.